മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം 9 PM കടക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അന്തിമ രൂപം നൽകി സംസ്ഥാന സർക്കാർ. കൽപ്പറ്റയിലും നെടുമ്പാലയിലും ടൗൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി. പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. എല്ലാവരെയും കൂട്ടിയിണക്കിയാകും പുനരധിവാസം സാധ്യമാക്കുക. ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനായിരിക്കും. വിജിൻ വായന്തോടുണ്ട് സമഗ്ര വിവരങ്ങളുമായി ഈ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെയും അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുമായി. വിജിനിലേക്ക്. നെടുമ്പാലയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള സ്ഥലമേറ്റെടുക്കാനുള്ള അനുമതി ഹൈക്കോടതി തന്നെ നൽകിയ ശേഷമാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി മന്ത്രിസഭാ യോഗം പുനരധിവാസത്തിനുള്ള അനുമതി നൽകിയത്. പുനരധിവാസം ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഉപജീവന മാർഗം കൂടി ഉറപ്പാക്കുന്നതായിരിക്കും പുനരധിവാസം എന്നാണ് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ സ്പോൺസർമാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. വിവിധ സംഘടനകൾ നൽകിയ വീട് നിർമ്മിച്ച് നൽകാൻ പണം ഉൾപ്പെടെ വാഗ്ദാനം നൽകിയിരുന്നു. അവരുമായാണ് ചർച്ച നടത്തിയത്. ഇവർക്കായുള്ള പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ തുടങ്ങി അതിലേക്ക് പണം അടയ്ക്കാനുള്ള സൗകര്യമൊരുക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും 5 വീതം, അതായത് കൽപ്പറ്റയിൽ 5 സെന്റ് വീതവും നെടുമ്പാലയിൽ 10 സെന്റ് വീതവുമുള്ള സ്ഥലങ്ങളിൽ ആണ് ഓരോ വീടും നിർമ്മിക്കുക. അതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ സർവേ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ പുനരധിവാസം കൃത്യമായി നടപ്പിലാക്കാൻ, എത്രയും വേഗം നടപ്പിലാക്കാൻ സമിതികൾ കൂടി രൂപീകരിക്കും. അതിനൊരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിലയിരുത്തും. മുഖ്യമന്ത്രി ആയിരിക്കും സമിതിയുടെ അധ്യക്ഷനായിരിക്കുക. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 58.5 ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ 48.96 ഹെക്ടറുമാണ് ഏറ്റെടുക്കുക. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത്. അതിനനുസൃതമായി ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റുമായിരിക്കും നൽകുക. ടൗൺഷിപ്പിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആശുപത്രി സൗകര്യം, അതുപോലെ തന്നെ അങ്കണവാടി, കുടിവെള്ള സൗകര്യങ്ങൾ, വൈദ്യുതി സൗകര്യങ്ങൾ, ഒപ്പം കളിസ്ഥലം ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിയായിരിക്കും ടൗൺഷിപ്പ് നിർമ്മിക്കുക. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും. ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും. എന്തായാലും കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിൽ ലഭിച്ചിരിക്കുന്ന സ്പോൺസർമാരിൽ നിന്ന് ലഭിക്കുന്ന പണവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് പണവും വിനിയോഗിച്ചാണ് ടൗൺഷിപ്പ് നിർമ്മിച്ച് എത്രയും പെട്ടെന്ന് ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ വീട് നഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലെ സ്ഥലങ്ങൾ, അതെല്ലാം നിലവിലുള്ള ഉടമകൾക്ക് തന്നെ നൽകുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി.